സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഗോതമ്പ് റോഡുകൾ എന്ന പേരിൽ ഗൂഢല്ലൂരിൽ ഇപ്പോഴും ചില റോഡുകളുണ്ട്. ചെറിയ കാൽ റോഡായിരുന്നു ഓരോരോ വൈക്കും പോകുന്നത്. അത് ചെറിയച്ഛൻ കുറേ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോയി ആ റോഡിനെ വലുതാക്കാൻ വേണ്ടി എല്ലാം എടുപ്പിച്ച് ഈ റോഡുകളൊക്കെ വലിയ ഒരു വീതി കൂട്ടിക്കൊണ്ട് റോഡുണ്ടാക്കി വന്നു. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതിയിലാണ് ഈ റോഡുകൾ നിർമ്മിച്ചത്. ഭക്ഷണമായി ഗോതമ്പ് നൽകിയതിനാൽ റോഡുകൾക്ക് ഗോതമ്പ് റോഡ് എന്ന പേര് വന്നു. ഇന്ന് ഈ റോഡുകൾ ടാർ ചെയ്ത് കൂടുതൽ പരിഷ്കരിച്ചിട്ടുണ്ട്. ഒരു വീട് വിടാന്തരം അദ്ദേഹം ഇടവക വിസിറ്റിന് പോയപ്പോൾ നടക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം അന്ന് അത്തനാസിയോസ് പിതാവ് തിരുവല്ലാരൂപതയിൽ നിന്നും സാമൂഹ്യ സേവന വകുപ്പിൻ്റെ ഇവിടെ ഗൂഢല്ലൂർ കൊണ്ടുവരികയും ഈ ഉപ്പട്ടി പ്രദേശങ്ങളിലും പുത്തൂർവേൽ പ്രദേശങ്ങളിലും ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആ ഒരു ഇതിൽ കൂടെ ഗോതമ്പ് കൊടുത്തുകൊണ്ട് ജോലിക്ക് വരുന്നവർക്ക് മുഴുവൻ ഗോതമ്പാണ് കൊടുത്തത്. അതായിരുന്നു കൂലി. അങ്ങനെ നാനാവിധ സ്ഥലങ്ങളിലും ഉപ്പട്ടി പുത്തൂർവേൽ ഇടങ്ങളിൽ റോഡുകൾ വെട്ടിച്ചു. ആ റോഡുകളാണ് ഇന്ന് ബസ് പോകുന്നതും ലോറി പോകുന്നതുമായ വലിയ റോഡുകളായി ഗവൺമെൻറ് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി വച്ചിരിക്കുന്നത്. തൻ്റെ ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് സന്യാസിനികളുടെ സേവനം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ രാമനാലിലച്ചൻ 1968 ബഥനി സന്യാസിനികളുടെ ഒരു മഠം ഉപ്പട്ടിയിൽ സ്ഥാപിച്ചു. തിരുവല്ല രൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ അത്തനാസിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ കാഴ്ചപ്പാടിൻ്റെ മുന്നിൽ ഉപ്പട്ടി എന്ന പ്രദേശത്ത് ഒരു മലങ്കര സഭയുടെ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. 1967 അതിന് മുൻകൈയെടുത്ത് മുൻപോട്ട് വന്നത് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ രാമനാൽ അച്ഛനായിരുന്നു. അച്ഛന് ഈ ഭവനത്തിലേക്ക് ഇവിടെ ഈ ബദനി ഭവനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ഞങ്ങളെ ഒരപ്പനെ പോലെയും ഒരു സഹോദരനെ പോലെയും കണ്ടുകൊണ്ട് എല്ലാ തരത്തിലും വളർത്തി. ആദ്യകാലങ്ങളിൽ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ ഭവനം തന്നെ സിസ്റ്റേഴ്സിന് വിട്ടുകൊടുത്തുകൊണ്ട് അച്ഛനൊരു ചെറിയ വീട്ടിൽ താമസിച്ച് സിസ്റ്റേഴ്സിന് വേണ്ടി എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വളരെയധികം സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി ഒന്നിച്ച് വളർന്ന് ഇവിടുത്തെ ജനത്തിന് അച്ഛൻ വലിയ ഒരു പ്രകാശമായിട്ട് ഒരു വലിയ തേജസ്സായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ തക്ക ഒരു വലിയ മനുഷ്യനായിട്ട് വളർന്നു വന്നു.
തൻ്റെ ഇടവകയിലെ ജനതയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ തേയില കൃഷി തുടങ്ങുന്നത് രാമനാലിലച്ഛൻ്റെ കാലത്താണ്. ആസാമിൽ നിന്നും തേയിലക്കുരു കൊണ്ടുവന്ന് തൈകൾ മുളപ്പിച്ചാണ് നെല്ലിയാളം പ്രദേശങ്ങളിൽ തേയില കൃഷി തുടങ്ങുന്നത്. ഈ പ്രദേശത്തെ കൃഷിക്കാർക്ക് മുഴുവൻ ഇന്നും അത് സ്മരണീയമാണ്. ചെറിയാനച്ഛൻ 1965 ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തി അന്ന് ഇവിടെ ഈ പള്ളിക്ക് വലിയ സാമ്പത്തികമായ കഴിവൊന്നുമില്ലായിരുന്നു. അപ്പം അതിന് കഴിവിന് വേണ്ടിയിട്ട് അച്ഛൻ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള പരിപാടി അന്നായിട്ട് ആസാമിൽ നിന്ന് കുരു പറിച്ച് ഇവിടെ നഴ്സറി ഇട്ടു. നെല്ലിയാളത്ത് ആദ്യം തോട്ടം പിടിപ്പിച്ചു, പിന്നെ ഉപ്പട്ടിയിൽ തോട്ടം പിടിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടെ ഈ പള്ളിക്ക് ഒരു സാമ്പത്തികമായ മുന്നേറ്റമുണ്ടായത്. ഗൂഡല്ലൂർ താലൂക്കിലെ പുത്തൂർ വയൽ ഇടവകയിലും രാമനാലിലച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്. 1969 കാലങ്ങളിൽ അച്ഛൻ്റെ നിസ്സീമമായ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല അകത്തോലിക്ക കുടുംബങ്ങളും അന്ന് ഈ ഇടവകയിൽ ചേരുകയുണ്ടായി. തിരുവല്ല അതിരൂപതാംഗമായ വന്യ ചെറിയാനച്ഛൻ 1964 ഡിസംബർ മാസം 3-ാം തീയതി പൗരോഹിത്യം സ്വീകരിച്ച് 1965 ആദ്യ വർഷം തന്നെ ആദ്യ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന മേഖലയാണ് പന്തലൂരിനടുത്തുള്ള ഉപ്പട്ടിയും അതുപോലെ ഗൂഡല്ലൂർ പ്രദേശത്തുള്ള ഈ പുത്തൂർ വയൽ ദേവാലയവും. പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങൾ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സ്വീകരിക്കപ്പെടുന്നതും ഈ ദേവാലയവും ഇതിൻ്റെ പരിസരവുമാണ്. നമുക്കറിയാവുന്നതുപോലെ പുത്തൂർ വയൽ സെൻറ്റ് പോൾസ് ഇടവകയുടെ 3ാമത്തെ വൈദികനായിട്ടാണ് അദ്ദേഹം ഇവിടെ വികാരിയായി ചാർജ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ 8 വർഷം, പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ 8 വർഷം ഈ പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾച്ചേരുന്നതിന് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ ആധ്യാത്മികത സാമൂഹിക വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം അല്ല എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് വസിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ സഹായവും നൽകിക്കൊണ്ട് പഠിക്കുവാൻ സമർത്ഥരായ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ജോലിക്ക് വിടുന്നതിന് അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് മലങ്കര കത്തോലിക്ക സഭയുടെ പൊതു സ്വത്തായി വാങ്ങിയിട്ടുള്ള കൃഷിയിടങ്ങൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം വഴി കൃഷി സ്ഥലങ്ങളെല്ലാം മനോഹരമായ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളുമായി മാറിയിട്ടുണ്ട്. ഈ വളർച്ചയുടെ എല്ലാം പിറകിൽ വന്യ ചെറിയാൻ രാമനാലച്ഛൻ്റെ അതിശ്രേഷ്ഠമായ ആചാര്യ ശുശ്രൂഷ അത് തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ധാരാളം വൈദികർ, ഏകദേശം 20ഓളം വൈദികർ ഇവിടെ വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വം വന്യ ചെറിയാൻ രാമനാലിൽ കോറപ്പിസ്കോപ്പയുടേതാണ്. പ്രത്യേകിച്ച് ഈ പുത്തൂർ വയൽ ഉപ്പട്ടി പ്രദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷ വഴി ഈ പ്രദേശത്തെ
സർവ്വജാതി മതസ്ഥർക്കും അദ്ദേഹം സമീപസ്ഥനായിരുന്നു. പാവപ്പെട്ട മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള എല്ലാവിധമായ പരിശ്രമങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ആചാര്യ ശുശ്രൂഷ ഈ പ്രദേശത്തിന് അനുഗ്രഹമായിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഗൂഢല്ലൂരിലെ മിഷണറി പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഐതിഹാസികവും ചരിത്രപരവുമായ മുഹൂർത്തങ്ങളുണ്ടായത് 1971 കുടിയിറക്കിനെതിരെയുള്ള സമരപരിപാടികളിലാണ്. പാവപ്പെട്ടവരായ ഈ കർഷകരെ അവർ കുടിയിറക്ക ഭീഷണിയിൽ അവരോടൊപ്പം നിന്ന് മരണം വരെ പോരാടുന്നതിന് വേണ്ടി ശ്രമിച്ച, അതിന് നേതൃത്വം നൽകുവാനായിട്ട് കൂടെ നിന്ന ഒരു പ്രിയപ്പെട്ട വൈദിക സഹോദരൻ. നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ തൻ്റെ ജനത്തോടൊപ്പം മരണം വരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ രാമനാലിലച്ചന് 2-1 ചിന്തിക്കേണ്ടി വന്നില്ല. തമിഴ്നാട് സർക്കാരിൻ്റെ ഗൂഡല്ലൂർ കർഷകർക്കെതിരായ നടപടികൾ ആരംഭിക്കുന്നത് ചെറിയാനച്ചൻ്റെ ഇടവകയിൽ വെച്ചായിരുന്നു. ചെറിയാനച്ചൻ്റെ ഇടവക ഉപ്പട്ടി ഇടവകയിൽ ഉപ്പട്ടിക്കും കുളപ്പള്ളിക്കും ഇടയിലുള്ള ഒരു പ്രദേശത്തെ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിലത്തെ കാപ്പിയും കുരുമുളകും വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് സർക്കാർ നടപടി ആരംഭിച്ചത്. അതിന് ഉപോത്ബലമായ അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള വേറെ ചില നടപടികൾ നടന്നിരിക്കാം. ഞാൻ ആ വിശദാംശങ്ങളിലേക്കല്ല വരുന്നത്. ആ നടപടിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി ഗ്രഹപ്പിഴവശാലോ സന്ദർഭവശാലോ ഞാൻ ആ രാജ്യത്തുണ്ടായിരുന്നു. ഉപ്പട്ടിയിൽ MS നാരായണൻ എന്ന് പറഞ്ഞ ഒരു വലത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ ഈ കാപ്പിത്തൈയും കവുങ്ങിൻ്റെ ഓലയും എടുത്ത് ആ ഉപ്പട്ടിയിൽ നിന്ന് ജാഥയായിട്ട് കുറച്ച് കൃഷിക്കാരോട് കൂടി ഗൂഡല്ലൂർ താലൂക്ക് ഓഫീസിൻ്റെ മുൻവശത്ത് കൊണ്ടുവന്ന് വെക്കുകയും അതിൻ്റെ പ്രചരണം കൊണ്ട് അന്ന് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയുമായ ഒരു സർവകക്ഷി സമിതി, ആൻറ്റി എവിഷൻ കമ്മിറ്റി ഉണ്ടാവുകയും അച്ഛൻ വിവരം അറിഞ്ഞ് ഗൂഡല്ലൂരിൽ ഓടിയെത്തിയായിരുന്നു. അന്ന് ആൻറ്റി എവിഷൻ കമ്മിറ്റി കർഷക സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആ കമ്മിറ്റിയുടെ ഒരു രക്ഷാധികാരി എന്നുള്ള നിലയിൽ ചെറിയാനച്ഛൻ അതിൽ പങ്കെടുത്തു. എല്ലാ യോഗത്തിലും അച്ഛൻ പങ്കെടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഉപ്പട്ടി പള്ളിയിൽ ഒരു ചെറിയ പള്ളിക്കൂടം ഉണ്ടായിരുന്നു അതിനടുത്ത്. അവിടെ വെച്ചായിരുന്നു മിക്കവാറും ആ പ്രദേശത്തുള്ള കൃഷിക്കാരുടെ യോഗം നടന്നിരുന്നത്. ഈ ആൻറ്റി എവിഷൻ കമ്മിറ്റിയുടെ കൃഷിക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ രാഷ്ട്രീയക്കാരെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ വിശ്വസിച്ച് സമരത്തിന് പോകാനുള്ള ധൈര്യം പോരായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയാൽ തിരിച്ചു വരുന്നവരെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണം അച്ഛൻ നോക്കുമായിരുന്നു. രാഷ്ട്രീയക്കാർക്കും അതിന് ചുമതലയുണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നും അതിനുള്ള സാമ്പത്തിക ബാധ്യതയില്ലാത്തതുകൊണ്ടും ജനങ്ങൾക്ക് വിശ്വാസം അന്ന് അച്ഛൻ്റെ സഹായത്തോടു കൂടിയാണ് വാസ്തവത്തിൽ ആൻറ്റി എവിഷൻ കമ്മിറ്റി വിപുലമായ ജാഥ അല്ലെങ്കിൽ സത്യാഗ്രഹ സമരം 75 ദിവസം ഈ ആൻറ്റി എവിഷൻ കമ്മിറ്റി ഗൂഡല്ലൂർ താലൂക്ക് ഓഫീസ് പിക്കറ്റ് ചെയ്യുകയും സമരം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് AKGയും ഫാദർ വടക്കനും ഒക്കെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെറിയാനച്ഛൻ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. അച്ഛൻ്റെ മുൻ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. 2 വർഷം നീണ്ടുനിന്ന കുടിയിറക്ക് സമരത്തിൽ ഒട്ടേറെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകർ അച്ഛന് പിന്തുണയുമായി രംഗത്തെത്തി. ഫാദർ വടക്കൻ, AKG, AK ആൻ്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം. 1968 കുടിയിറക്കിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അച്ഛൻ അതിനൊരു ഏകീകരണം കൊടുത്തുകൊണ്ട് ആദ്യമായിട്ട് കുടിയിറക്കുന്ന ഒരു കമ്മിറ്റി നടത്തിയത് ഈ സ്കൂളിലാണ്. ആ സ്കൂളിൽ അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി നടത്തുകയും ആ കുടിയിറക്കിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അത് ഒരു താലൂക്ക് ലെവലിലുള്ള കമ്മിറ്റിയായി മാറുകയും ആ സമരങ്ങൾക്കെല്ലാം മുൻപന്തിയിലിരുന്നത് അച്ഛനായിരുന്നു. പട്ടയമില്ലാത്തവരെ മുഴുവൻ കുടിയിറക്കി വിടുക, അവരുടെ കൃഷികൾ വെട്ടി നശിപ്പിക്കുക, അവരുടെ വീടിന് തീ വയ്ക്കുക, അവരുടെ വീടുകൾ നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ ബഹുമാനപ്പെട്ട വന്യ കോറെപ്പിസ്കോപ്പ അച്ഛൻ്റെ നേതൃത്വത്തിൽ അന്ന് എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ മതസ്ഥരെയും വിളിച്ച് ഒന്നിച്ചു കൂട്ടി അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനെ അത് നമ്മളുടെ ഈ എവിഷൻ കമ്മിറ്റിക്ക് എവിഷന് എതിരായിട്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അതിൻ്റെ മേൽനോട്ടം വഹിച്ചത് ബഹുമാനപ്പെട്ട വന്യ രാമനാലിൽ അച്ഛനായിരുന്നു.
ആൻറ്റി എവിക്ഷൻ കമ്മിറ്റിയുടെ സമ്പൂർണ്ണമായ പ്രവർത്തനമൊക്കത്തിൻ്റെ ഫലമായിട്ട് കരുണാനിധി ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ കൃഷിക്കാർക്ക് ഒരു 3 ഏക്കർ വെച്ച് കൊടുക്കാനുള്ള ഒരു തീരുമാനം രാഷ്ട്രീയ നേതാക്കന്മാർ, തമിഴ്നാട്ടിലത്തെ വലത് കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കളും മറ്റു നേതാക്കളും എല്ലാം കൂടെ ഒരു കർഷക സമിതി ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ, നാരായണസ്വാമി നായിഡു എന്നൊക്കെ പറഞ്ഞ് അവർ സജീവമായിട്ട് ഇടപെടുകയും അന്ന് കൃഷിക്കാർക്ക് വേണ്ടി ഇടപെട്ടതിലെ ഒരാൾ സുപ്രീം കോടതിയിലെ വക്കീലായ ഒരു വലിയ നേതാവുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ മനുഷ്യാവകാശ സമിതിൻ്റെ അന്വേഷകനായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ. അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു സ്റ്റേ വാങ്ങിയും കൂടെ ചെയ്ത് സഹായിച്ച ഒരു ഓർമ്മയുണ്ട്. ആ കാര്യത്തിലെല്ലാം തന്നെ കൃഷിക്കാരുടെ സംരക്ഷണത്തിന് ചെറിയാനച്ഛൻ ചെയ്ത സേവനത്തിനെ നമുക്ക് ഒരു വിധത്തിലും വിലയിരുത്തി വിശദാംശങ്ങളിലേക്ക് പോകാനേ സാധ്യമല്ല. കാരണം ഞാൻ അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടെങ്കിലും വളരെ ശോചനീയമായ ഒരവസ്ഥയിലായിരുന്നു എൻ്റെ കുടുംബസ്ഥിതിയെല്ലാം. അപ്പോൾ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അന്ന് വീട്ടിൽ തീ പുകയാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരുന്നു. അച്ഛൻ എന്നെ എവിടെ വെച്ച് കണ്ടാലും, ഉപ്പട്ടി വെച്ച് കണ്ടാലും, ഗുഡലൂർ വെച്ച് കണ്ടാലും എന്തെങ്കിലും ആഹാരം വാങ്ങിത്തന്ന് എൻ്റെ വീട്ടിലെത്താനുള്ള എന്തെങ്കിലും ചെറിയ ഏർപ്പാടും കൂടി ചെയ്യുന്ന ഒരു സഹോദര ബന്ധം പോലെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരായിരുന്നു ചെറിയാനച്ഛൻ. സിലോണിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ കുടിയിരുത്തുവാൻ വേണ്ടി ഈ പ്രദേശത്തുള്ള ഫോറസ്റ്റിനോട് ചേർന്നുള്ള ആൾക്കാരെ മുഴുവൻ കുടിയിറക്കണം എന്നൊരു ഇത് കൊണ്ടുവന്നു. മലയാളികളാണ് അത് അധികം അടിപ്പെട്ടത്. അതിൽ ആനക്കുഴിച്ചാലി കുഞ്ഞുമ്മാൻ ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ കുടിയിറക്കി. ആ ചേട്ടത്തി പ്രസവിച്ചിട്ട് 4 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ചേട്ടത്തിയനെയും കുട്ടിയനെയും കൂടെ പോലീസുകാർ കട്ടിലോടുകൂടി എടുത്ത് വെളിയെ വെച്ചു. അതുപോലെ അവിടെ അടുത്ത പ്രദേശത്ത് ഒരു 10-15 വീടുകൾ കുടിയിറക്കി. വീട് പൊളിച്ചില്ല, ഒക്കെ പൂട്ടി സീൽ ചെയ്ത് പോലീസുകാർ ആൾക്കാരെ ഇറക്കി വിട്ടു. അവിടെ നിന്ന് സമരം ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഉപ്പട്ടിയിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. അച്ഛനപ്പോൾ ആകെ എല്ലാവരെയും കൂടെ കൂട്ടി സംഘടിപ്പിച്ച് ഇവിടെയുള്ള അന്നുള്ള ലോക്കൽ രാഷ്ട്രീയ നേതാക്കൾ, അന്ന് ഇവിടെ AP മാണി എന്ന് പറഞ്ഞിട്ടൊരു നേതാവുണ്ടായിരുന്നു, VT പൈലി, അങ്ങനെ മറ്റേ ഒരു ഹാജിയാർ, കമ്പനിക്കട ഹാജിയാർ, അങ്ങനെ കുറേ ആൾക്കാർ അന്നത്തെ ആ ചുറ്റുപാടിനനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ, കുന്നലാടി കൃഷ്ണൻ നായർ, ഇവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു മീറ്റിംഗ്, ഭാരതമാതാ സ്കൂളിൽ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിന് ശേഷം അന്ന് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന ശേഷം പിറ്റേ ദിവസം ഗൂഡല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് ഒരു പോരാട്ടം നടത്താൻ വേണ്ടി ഇവിടുന്ന് ആൾക്കാരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ പോരാട്ടം നടത്തുന്നതിന് ഇവിടുന്ന് ആ പ്രസവിച്ച കുട്ടിയനെ അടക്കം ആ തള്ളയും കുട്ടിയും അടുത്ത പ്രദേശത്ത് ഇറക്കി എല്ലാവരോടെ കൂടി ഒരു 10-15 വീട്ടിലെ ആൾക്കാർ, ഭാര്യ, കുട്ടികളും തള്ളന്മാരും ചട്ടിയും കലമൊക്കെ എടുത്ത് നേരെ പോയത് താലൂക്ക് ഓഫീസിലേക്കാണ്. ഇവിടെ നിന്ന് പോകാൻ വണ്ടിയില്ലാഞ്ഞിട്ട് അന്ന് ഇവിടെ ആൾക്കാർ സംഘടിക്കാതിരിക്കാൻ വേണ്ടി കളക്ടർ ബസ്സെല്ലാം നിർത്തൽ ചെയ്തു. ഒരു ബസ്സും ഓടാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന്. അങ്ങനെ ബസ്സില്ലാഞ്ഞിട്ട് ഇവിടെ നിന്ന് എല്ലാവരും നടന്നാണ് ഗൂഡല്ലൂർക്ക് പോയത്. 30 കിലോമീറ്റർ നടന്ന് വെട്ടിയ കാപ്പിയും വാഴയും എല്ലാം എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ജാഥയായിട്ട് ഇവിടെ നിന്ന് നടന്ന് ഗൂഡല്ലൂർ പോയി താലൂക്ക് ഓഫീസിൽ ഈ കുടിയിറക്കിയ വീട്ടിലെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടെ അവിടെ കുടിയിരുന്നു. ആഴ്ചകളോളം അവിടെ കുടിയിരുന്ന് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അവിടെ ഇരുന്ന സമയത്ത് പല സംഭാഷണങ്ങളൊക്കെ നടന്നു. കുടിയിറക്ക് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു, പക്ഷെ ഒന്നും നടന്നില്ല. ആ അങ്ങനെ ഒരു വിപുലമായൊരു സമരം നടത്തേണ്ടത് ആവശ്യമായി വന്നു. ഗൂഡല്ലൂർ താലൂക്ക് ലെവലിൽ ഈ സമരത്തെ വളർത്തേണ്ട സാഹചര്യം വന്നപ്പോൾ ചെറിയാനച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ചെറിയാനച്ഛനായിരുന്നു ആ സമരസമിതിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ. ഗൂഡല്ലൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ നിരാഹാരം കിടന്നുകൊണ്ടാണ് രാമനാലിലച്ചൻ സമരത്തിന് ആവേശം പകർന്നത്. പോലീസ് വേട്ടയെ തുടർന്ന് ഒളിവിൽ പോകേണ്ടി വന്നെങ്കിലും ത്യാഗനിർഭരമായ ഈ സമരം
ദൈവഹിതത്തിന് യോഗ്യമായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താൽപ്പര്യാർത്ഥം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിക്ക് കുടിയിറക്ക് നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നത്. ഒടുവിലോ പാവം മലയാളി കർഷകർക്കെല്ലാം 3 ഏക്കർ കൃഷിഭൂമി വീതം പട്ടയം നൽകി സമരം ഒത്തുതീർപ്പാക്കി. തമിഴ്നാട് ഗവൺമെൻറ് മലയാളി കന്നഡ കൃഷിക്കാരെ അവരുടെ കൈവശ ഭൂമിയിൽ നിന്നും കുടിയിറക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അത്. ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഭവനരഹിതരാക്കുകയും തെരുവിലാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. അതെൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചു. ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടു. എ കെ ഗോപാലനും എം പി വീരേന്ദ്രകുമാറും ബഹുമാനപ്പെട്ട വടക്കനച്ചനുമൊക്കെ ഞങ്ങളുടെ ക്ഷണപ്രകാരം വന്നെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ അവരുടെ ഇടപെടലിന് സാധിച്ചില്ല. ഞാൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഓട് ആവശ്യപ്പെട്ടു, മലയാളികളുടെ ഒരു വിഷയം ഉണ്ട്, നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരൊന്ന് ഇടപെട്ടിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അന്ന് യൂത്ത് കോൺഗ്രസ്സിന് ഒരു വലിയ സ്വാധീനം കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധിജിയുടെ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് ശ്രീ എ സി ജോർജ് വഴിക്ക്, എ സി ജോർജ് അന്ന് കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു, ഈ വിഷയം ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇന്ദിരാഗാന്ധി കരുണാനിധിയോട് നേരിട്ട് ആവശ്യപ്പെടുകയും കരുണാനിധി ആ കുടിയിറക്കിൻ്റെ ഓർഡർ പിൻവലിച്ച് കുടുംബങ്ങൾക്ക് പട്ടയമായിട്ട് കൊടുക്കുകയും ചെയ്ത ഒരു വളരെ അനുഗ്രഹീത സംഭവം ഇതിനോടനുബന്ധിച്ചുണ്ടായി. ആ കുടിയിറക്ക് സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെയും പൊതുജനങ്ങളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചത് വലിയ പൊതുപ്രവർത്തകൻ്റെ പരിചയം എനിക്ക് നേടിത്തന്നു എന്നുള്ളത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. വിശ്വാസപരവും ക്രൈസ്തവികവുമായ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ ജനതയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരോടൊപ്പം നിന്ന രാമനാലിലച്ചൻ ഗൂഢല്ലൂരിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരവും ആവേശവുമാണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പ് കാരിയർ ഓഫ് ലൈഫിനെ കുറിച്ച്, ജീവിതഗതിയെക്കുറിച്ച് വേണ്ടത്ര ഗൈഡൻസ് ഒന്നും തരാൻ ആളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പുത്തൂർ വയലിൽ മാടുമേച്ചും കന്നുപൂട്ടിയും കാർഷിക വിളകൾക്ക് കാവൽ കിടന്നുമൊക്കെ ജീവിച്ചിരുന്ന ഒരു സാധാരണ കാർഷിക കുടുംബത്തിലെ കൊച്ചു പയ്യനെ പന്തലൂർ വർഗീസ് മാസ്റ്റർ എന്ന പദവിയിലേക്ക് ഉയരാൻ കാരണം മറ്റൊന്നുമല്ല, മറ്റാരുമല്ല, രാമനാലിൽ ചെറിയാനച്ചനാണ്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊരു ദുഃഖമോ നിരാശയ്ക്കോ വഴിയില്ലാത്ത തരത്തിൽ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് വാർദ്ധക്യത്തിലെത്തി ശാന്തമായ വിശ്രമജീവിതം നയിക്കുന്ന അദ്ദേഹം എന്നോട് കാട്ടിയ സ്നേഹവാത്സല്യങ്ങളെക്കുറിച്ച് വാത്സല്യങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങളോട് തുറന്നു പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നീലഗിരി ജില്ലയിലെ 8 വർഷക്കാലം നീണ്ടുനിന്ന വൈദിക ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് 1972 രാമനാലിലച്ചൻ കേരളക്കരയിലെത്തി, തെക്കുംകൂർ പ്രദേശമായ മല്ലപ്പള്ളിയിൽ. കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തുന്ന
തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി